ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു ഇഫ്താർ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രൈ ചെയ്ത റെസിപ്പിയാണ്. ഇത് കഴിച്ചാലും എത്ര കഴിച്ചാലും നമുക്ക് ഇനിയും ആക്കാൻ തോന്നും, മതിയാവത്തേ ഇല്ല. ഇതിപ്പം ഈത്തപ്പഴം പൊരിച്ചതാണ്. നമ്മൾ നോർമൽ ഈത്തപ്പഴം പൊരിക്കുന്ന പോലെയല്ല. നല്ലൊരു ഈത്തപ്പഴം കിട്ടിയെങ്കിൽ, കുറച്ച് ക്വാളിറ്റിയിലെ ഈത്തപ്പഴം കിട്ടിയെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ പെട്ടെന്നാകണം, കാരണം വെള്ളം കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ശരിയായി കിട്ടത്തില്ല, മാവ് ശരിയാവില്ല. അപ്പോൾ ഇതിലേക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം. ബേക്കിംഗ് പൗഡറും ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നല്ലോണം മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടിയെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് വെള്ളം ചൂട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പൊന്തൂല, പിന്നെ ആ ടേസ്റ്റും കിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൊടി ആദ്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ അത്ര ഗീയാണ് ഇടുന്നത്. അതൊരു ടേസ്റ്റ് വേറെ തന്നെ ലെവലാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ട്രൈ ചെയ്തിട്ട് ഇത് കൂട്ടി കൊടുക്കുക. പിന്നെ എനിക്ക് ഒരു അരക്കപ്പ് പൊടിയും കൂടി ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിൽക്കുക. ഇത് കറക്റ്റായിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത പോലെ നല്ല ഇത് കണ്ടില്ല, ഈ ഒരു ലിക്വിഡ് കണ്ടില്ല, കുറച്ച് നല്ല കട്ടി ഒരു വലിയ ലിക്വിഡാണ്. ഒരു കേക്കിൻ്റെ ബാറ്ററല്ല, നമ്മൾ ഈ ദോശ ചെയ്യുമ്പോൾ ഇതൊരു ബാറ്റർ കിട്ടുന്നില്ല, അത്രയും കട്ടി വേണം. കാരണം ഇത് പൊന്തുമ്പം അത് കുറച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. എന്നിട്ട് ഇത് പൊന്താൻ വെക്കാം. ഇത് പൊന്താൻ വെക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ചൂടുള്ള സ്ഥലത്താണ് പുറത്ത് വെച്ചാൽ മതി. തണുപ്പാണെങ്കിൽ ഓവൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നല്ല ഒരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു വേറെ തന്നെ ടൈപ്പ് ബാറ്ററാണ്. ഒരു ഈസ്റ്റെല്ലാം കൂട്ടിയോണ്ട് ആ ഒരു മാവ് കണ്ടില്ലേ, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവ് ആണ്. അപ്പോൾ നല്ല ഇടാനും നമുക്കിപ്പോൾ നെയ്ക്കോത്ത് ഇടാനും നല്ല ഈസി ആയിരിക്കും, കാരണം അതിങ്ങനെ വെള്ളം പോലെയല്ല. അപ്പോൾ ഇത് ഈത്തപ്പഴം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കോട്ടിങ് നല്ല രീതിയിൽ ഇത് കോട്ടിങ് ആവും. ഇതിപ്പം നല്ല ബോൾ പോലെ ആക്കിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ട് ചീൻചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീൻചട്ടിയിലാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഞാൻ ചീൻചട്ടിയാണ് യൂസ് ചെയ്യൽ, കാസ്റ്റ് അയണിൻ്റെ. അപ്പം അതാണ് ഇങ്ങനെ ഉരുണ്ടിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അത് എന്തായാലും ആ കോട്ടിങ് അതുപോലെ തന്നെ ആവും, കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ള ബാറ്റർ അല്ലേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊങ്ങി വരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല. കാരണം ഒരു ഈത്തപ്പഴം പൊരിച്ചത് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്നാമത് നമ്മളെ നാടൻ കടിയാണ്, മലബാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കടിയും കൂടിയാണ്. നോമ്പിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യലുണ്ട്. അപ്പോൾ ഇത് നല്ല ബോൾ പോലെ നിൽക്കും. അപ്പം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം സൈസ് ഫ്ലെയിം ആയിരിക്കണം. കാരണം ഫ്ലെയിം കൂടിയോ കുറയോ ചെയ്താലും ഇത് അങ്ങനെ ഒരു പൊന്തി വരാനൊരു സമയമെടുക്കും. പിന്നെ ഇത് കുറച്ച് സമയമെടുക്കും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈത്തപ്പഴം എടുക്കുമ്പോൾ കുറച്ച് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു നല്ലൊരു ഈത്തപ്പഴം എടുത്താൽ അതിൽ കടിക്കുന്ന ഒരു പാകം, അങ്ങനെ ഒരു പശ പോലെ ഇല്ല ഈത്തപ്പഴമല്ല, നല്ല രീതിയിലുള്ളത് എടുത്തതിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കടിയാക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാം.